അങ്ങനെ നമ്മുടെ സജന താത്ത വീണ്ടും വന്നിരിക്കുകയാണ്, പുതിയൊരു വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. എന്റെ പൊന്നോ, ഇവരെ കൊണ്ട് മനുഷ്യൻ തോറ്റു. അതായത് മിക്കവാറും ഇവർക്ക് ഒരു ഇങ്ങനെ റീച്ച് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴത്തേക്കും അപ്പൊ അങ്ങനെ പുതിയൊരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് അവർ വന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബേഴ്സ് എല്ലാവരും സൂക്ഷിക്കണം എന്നൊരു ഒരു ഇത് തരുന്ന ഒരു ഹിന്റ് നമുക്ക് തരുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, 17 വയസ്സുകാരിയുടെ ഒരു വോയിസ് ഒരു പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് ഇവരുടെ വോയിസ് ആണ് അതിനകത്ത് വന്നെങ്കിലും പക്ഷെ ഇപ്പൊ ഇവര് പറയണത് അതാരും നിങ്ങൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം, എന്നിട്ട് നമുക്ക് കേട്ട് നോക്കാം ഇവരെന്തൊക്കെ ന്യായീകരണങ്ങളാ പറയണത്. പിന്നെ വേറൊരു കാര്യമുണ്ട് എന്റെ പൊന്നെ, ആ ദിയാസനേന അതും നമുക്ക് വഴിയെ കേൾക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക്, സബ്സ്ക്രൈബ്, അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹൈപ്പും കൂടി ചെയ്തു തരാം കേട്ടോ. പിന്നെ സൗണ്ടിന് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, ഒന്ന് കോൾഡൊക്കെ ആയിരുന്നു, ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് അതിൻ്റെതായ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ക്ഷമിക്കാം. എന്തായാലും നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം. ഇപ്പം ഒരു വല്ലാത്ത രീതിയിലൊരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസുകാരെ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനലുകാരെ ഇടുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ എന്റെ പൊന്ന സ്ത്രീയെ, നിങ്ങൾ ഇത്രയും ചിന്തിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അതായത് യൂട്യൂബേഴ്സിനെ കുറിച്ചാണോ ഇപ്പൊ നിങ്ങളുടെ ചിന്ത മുഴുവൻ? ഓ, യൂട്യൂബേഴ്സ് എങ്ങനെ കഞ്ഞി കുടിക്കും അതിനെ കുറിച്ചാണോ നിങ്ങൾക്ക് ചിന്ത മുഴുവൻ? നിങ്ങളോട് സംസാരിച്ച ആ 17 എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആ പെൺകുട്ടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചില്ല? അതൊന്നും ചിന്തിക്കാതെയാണോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഈ പൊറോട്ട നാടകം കളിക്കുന്നത്? അത് ഓൾറെഡി അത് 17 വയസ്സുകാരുടെ ആണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. ഇനി എന്തായാലും അതൊരു കേസായിട്ട് മുൻപോട്ട് പോകുമ്പോഴേ നമുക്ക് അതിനുള്ള വിശദാംശങ്ങൾ കിട്ടത്തുള്ളൂ. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു ആൾക്കാർ വന്നിട്ട് നിങ്ങൾക്കെതിരെ കേസ് എടുക്കണം, അതാ ചെയ്യേണ്ടത്. കാരണം അതിനുള്ള വോയിസ് നിങ്ങളുടെ തന്നെയാണല്ലോ ആ വോയിസ്. അല്ലാതെ ഞങ്ങൾ ആരും വന്നിട്ട് സംസാരിച്ചു അല്ല, ഏടാ ഒരു വോയിസും അല്ല, നിങ്ങളുടെ വോയിസ് തന്നെയാണ്. എന്നിട്ട് നിങ്ങളാണ് ആ വോയിസ് നിങ്ങൾക്ക് വിശ്വാസമുള്ള 2 യൂട്യൂബേഴ്സിന്റെ കൊടുത്തെന്ന് പറയണത്. ആ വിശ്വാസമുള്ള അവര് വേറെ ആർക്കും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ വോയിസ് ഇവരുടെ എത്തി? പിന്നെ എങ്ങനെ ഈ വോയിസ് ലീക്ക് ചെയ്തു? എന്നിട്ട് ഇപ്പൊ അത് യൂട്യൂബേഴ്സ് സൂക്ഷിക്കണം എന്ന് പറയണേ. യൂട്യൂബേഴ്സ് അല്ല സൂക്ഷിക്കേണ്ടത്, കാരണം അതിലെ വോയിസ് നിങ്ങളുടെയാ. അപ്പൊ നിങ്ങൾ തന്നെ സൂക്ഷിക്കണം. ഇനിയിപ്പൊ അടുത്ത കഥയും പറഞ്ഞിട്ടുണ്ട്, അതുകൂടി ഒന്ന് കേട്ടു നോക്കാം. ഈ വോയിസ് റെക്കോർഡ് 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എൻ്റെ വോയിസ് റെക്കോർഡും ഇപ്പം പല ചാനലിൽ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്നാ പറയുന്നത്, പേര് പോലും നമ്മൾ ആരുടെയും പറയില്ല. പിന്നെ ഇത് കേസ് നടക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ കാര്യം പോലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അന്ന് എടുത്തിടാം, എവിടെ വേണമെങ്കിലും എനിക്ക് മീഡിയ എടുത്തിടാം. പക്ഷെ എനിക്കിത് കേസ് നടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പ്ലേ ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾപ്പിക്കാഞ്ഞതും. ഇത് എൻ്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അവരും അത് തന്നെ അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ ചാനലുകാർ ഇട്ടിട്ടില്ല, അവരും അത് പറയുന്നുണ്ട്. പിന്നെ ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് എന്തായി? അതായത് ഇവര് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിന്റെ ലീഗൽ വശങ്ങൾ അറിയാം, അതുകൊണ്ട് ഇവരെവിടെയും ഇട്ടിട്ടില്ല. പക്ഷെ ഇവര് 2 യൂട്യൂബേഴ്സിന് അയച്ചിട്ടുണ്ടായിരുന്നു, ആ യൂട്യൂബേഴ്സും അത് എവിടെയും കൊടുത്തിട്ടില്ല. പിന്നെ ഇത് ആവിയായിട്ട് തന്നെയല്ല യൂട്യൂബേഴ്സിന്റെ കയ്യിലോട്ട് ചെന്നതാ തോന്നണല്ലേ. ഇവര് കൊടുത്തിട്ടേ ഇല്ല. ഇവര് കൊടുക്കാതെ എന്താണ് ഈ സാധനം ലീക്ക് ആവില്ലല്ലോ. എന്തായാലും ഫിറോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ദിയാസനെ എന്താണ് ലീക്ക് ആക്കുമായിരിക്കും, എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ വോയിസ് കറക്റ്റ് ആണോ ഇല്ലെന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷെ ഇപ്പൊ ഇവര് ചിന്തിക്കണതാ, സത്യം പറഞ്ഞാൽ പേടിയുണ്ട് ഇവരുടെ പേര് കേസ് വരുമെന്ന്. അങ്ങനെ ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് കുടുങ്ങും. ഇവര് നല്ല ഒന്നാന്തരം പണി കിട്ടും ഇവർക്ക്. അതുകൊണ്ടാണ് ഇവരിപ്പൊ ഈ കള്ളത്തരമായിട്ട് വീണ്ടും ഇറങ്ങിയേക്കണം. എന്റെ പൊന്ന സ്ത്രീയെ, നിങ്ങൾക്ക് വല്ല മാനസിക രോഗം ഉണ്ടാത്തേ മതി. നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് പല രീതിയിൽ വർത്തമാനം പറയാനാണ്. ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ ബാക്കി നമുക്ക് കേട്ടു നോക്കാം. തന്നെയാണ് പല യൂട്യൂബ് ചാനലിലും കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പല തെളിവ് സഹിതം പല കാര്യങ്ങളും ദിയാസനയുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തന്നെ ഞങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് കളിച്ച് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന എന്റെ പൊന്ന സ്ത്രീയെ, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അത് ദിയാസനയാണോ? എന്റെ പൊന്നോ, നിങ്ങളെ കൊണ്ട് തോറ്റ് മനുഷ്യര്.
എന്തുണ്ടെങ്കിലും എന്ത് കാണിച്ചാലും അത് ദിയാസന. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫിറോസ് ഖാനേക്കാളും കൂടുതൽ ശത്രു നിങ്ങൾക്ക് ഈ ദിയാസനയോടാന്ന് തോന്നണം. എന്തുണ്ടെങ്കിലും അത് ദിയാസന. ദിയാസനയുടെ പേര് ഇതിനകത്ത് എന്തിനാ കൊണ്ടിടുന്നത്? അവരാണോ നിങ്ങളുടെ അവരാണോ ഈ ഇത് ലീക്കാക്കിയേക്കണത്? ഇങ്ങനെ കറങ്ങി വന്ന് മുക്കി പിടിക്കാൻ വേണ്ടി നോക്കുന്നത്. എങ്ങനെ രീതിയാലും എവിടെ എന്ത് വന്നാലും അതെല്ലാം ദിയാസനയുടെ പുറത്തും. പിന്നെ ജിതിൻ്റെകത്ത് പറയുന്നുണ്ട്, ദിയാസനയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ദിയാസനയുടെ വീട്ടിൽ പോയിട്ട്, അതായത് ദിയാസനയുടെ എന്തായിരുന്നു അമ്മായിമ്മയുടെ വീട്ടിൽ പോയി, അമ്മായിമ്മയുടെ അടുത്തെങ്ങാണ്ടും പോയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഷിബിൻ്റെകത്തൊക്കെ പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനോടൊന്നും യാതൊരുവിധ യോജിപ്പില്ല കേട്ടോ. ആ ഒരു സമയം ദിയാസന ചെയ്തിട്ടുണ്ടെങ്കിൽ ദിയാസനയുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ ആ കുടുംബത്തിനെ എടുത്ത് മറ്റുള്ള കീറി മുറിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ഒരു ബന്ധം നിർത്തിപ്പോകുന്നതാണ്. പിന്നെ ആ വീട്ടിൽ ചെന്നിട്ട് ദിയാസനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെ. അതിന് എന്ത് ഹിന്റ് ഉണ്ടെങ്കിലും അവരിപ്പോ എന്തായാലും ദിയാസനെ കുറിച്ച് നല്ലതൊന്നും പറയാൻ പോണില്ല. എന്തുണ്ടെങ്കിലും മോശമായിട്ടേ അവർ പറയാൻ പോകുന്നുള്ളൂ. ഇനി ഇല്ല അമ്മായിമ്മമാര് നല്ലതും പറയുന്നത് എന്ന് പറയാൻ വരുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനോട് അത്ര വലിയ യോജിപ്പൊന്നുമില്ല. എല്ലാ അമ്മായിമ്മമാരും ഒരേപോലെ ഇരിക്കണമെന്നില്ല. ദിയാസന ഈ പറയുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ പുറകെ അവരുടെ ചെക്കപ്പിനായിട്ട് നിങ്ങൾ പോവുക. അല്ലാതെ ഈ ദിയാസനയുടെ ഫാമിലി മാറ്റർ ഒന്നും എടുത്തിടേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലുപരി ഈ പറയുന്ന ഈ ഈ പൂക്കുറ്റിയും ഈ പേരെന്തായിരുന്നു സജനയും തെറ്റുകളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഈ സജന എന്തിനാ ആ സമയത്ത് അന്ന് ദുബായിലൊക്കെ പോയി ജീവിച്ചെന്തിനാണ്? അന്ന് സജന പറഞ്ഞ എന്നെ ഒരാള് പോലും തൊട്ടിട്ടില്ല, എന്നെ വേറൊരു രീതിയിൽ എന്നെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് പൂക്കുറ്റി ചേട്ടനാണെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. സജന ആ വഴിക്കൊന്നും പോയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സജന തന്നെ പറയുന്നുണ്ട്, ഞാൻ അവിടെ കുറേ നാൾ പോയിട്ട് അവിടെ നിന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണായിട്ട് നമ്മൾ അതിനൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ സജനയ്ക്ക് എന്ത് വന്നാലും കുറ്റം മുഴുവൻ ആരും വരില്ല, ദിയാസനയുടെ പേരിൽ. എന്തായാലും പെണ്ണുമ്പിള്ളനെ കൊണ്ട് തോറ്റു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ദിയാസന ആണ് ഈ റെക്കോർഡിങ്സ് പുറത്തു വിട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഫോണിൽ ഇവർ സംസാരിച്ച് ഇവരുടെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഈ വോയിസ് റെക്കോർഡ് ഇവർ പുറത്ത് വിട്ടിട്ടുണ്ട്. എന്നിട്ട് അതും കൊണ്ട് ദിയാസനയുടെ മേലോട്ട് അങ്ങ് ഇടുക. അതങ്ങനെ ശരിയാണ്? എല്ലാം ഒരാളുടെ മേത്തോട്ട് കൊണ്ട് അങ്ങ് ഇടാമോ? നമ്മൾ നിൽക്കാൻ നേരത്ത് നമ്മൾ എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന ദിയാസനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, സജനനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ പൂക്കുറ്റിനെയും ഫിറോസിനെയും ആരും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ കാര്യമായിട്ട് പറയണം. അല്ലാതെ ഒരാളെയൊക്കെ കൊടുക്കാൻ വേണ്ടി എല്ലാ തെറ്റും അയാളുടെ തലയിൽ കൊണ്ടിടാന്ന് പറഞ്ഞാൽ അത് വളരെ മോശം പിടിച്ച ഒരു പരിപാടി തന്നെയാണ് സജന. തന്തയില്ലാത്തരം എന്നൊക്കെ പറയും ഇതിനെ ഇങ്ങനെ ഇത്രയും വെടിപ്പായിട്ട്. പിന്നെ നിങ്ങളെ കുറിച്ച് പറയണം, നിങ്ങൾ ഒരു പോസ്റ്റ് എടുത്ത് നിങ്ങൾ വന്ന് പറയും, അയ്യോ എൻ്റെ ഫോൺ ആരും ഹാക്ക് ചെയ്തു, ഒറ്റ ദിവസത്തിനുള്ള ആ ഫോൺ അങ്ങ് കണ്ടുപിടിക്കുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോണിലെ അക്കൗണ്ട് അങ്ങ് കണ്ടുപിടിക്കുകയും ചെയ്യും. അതാണ് നിങ്ങളുടെ കള്ളത്തരം. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കണം, നിങ്ങൾ പറയണതെല്ലാം അല്ലേ? കൊള്ളാം, ബാക്കി കൂടി കേൾക്കാം. വെൽ പ്ലാൻഡ് ആയിട്ടാണ്, ഫുൾ റെക്കോർഡ് ചെയ്യിച്ചിട്ടാണ് ഇതെല്ലാം പറയിപ്പിച്ച് വെളിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്നെ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയും, ഞാൻ ഓരോന്ന് പറയും. അപ്പൊ അത് കേൾപ്പിച്ച് അദ്ദേഹത്തിനെ കേൾപ്പിക്കും. അപ്പൊ അയാൾക്ക് ട്രിഗർ ചെയ്തിട്ട് അയാൾ അത് അടുത്ത പുള്ളി വന്ന് അടുത്ത വോയിസ് റെക്കോർഡ് ഇറക്കും. ഇങ്ങനെ അങ്ങനത്തെ വോയിസ് റെക്കോർഡുകളൊക്കെ ഇറങ്ങുന്നതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കുക, തികച്ചും ദിയാസനയുടെ കാര്യങ്ങൾ മറപ്പിക്കാൻ വേണ്ടിയിട്ട്. ദിയാസന ഇപ്പൊ കുറെ ഡേറ്റിന്റെ കുറെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു, ദിയ നീ എന്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി സമ്മതിച്ചു, തീർന്നില്ലേ? പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ. വീണ്ടും ഞാൻ പറയുന്നു, നീ ടെസ്റ്റ്. നാറിയ കഥകൾ എന്ന് പറയുമ്പോൾ നാറിയ കഥകളെ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. ഒരു എന്താ പറയണ, മനുഷ്യനായ കുറച്ചെങ്കിലും ഒരു നാണം എന്നൊക്കെ പറയണ കാര്യങ്ങളൊക്കെ വേണ്ടേ? അതൊന്നുമില്ലാത്തൊരു സ്ത്രീയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെന്താ പറയണത്? അദ്ദേഹം എന്ന് ഇവര് കിടന്നിട്ട് പുലമ്പുന്നുണ്ട്. അതെന്താ ഇവര് പറയണത്? അതായത് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനാണ് ഇവര് പറയണത്. എന്നെയും എന്റെ പൂക്കുറ്റിച്ചേട്ടനെയും തമ്മിൽ വഴക്കുണ്ടാക്കിപ്പിച്ചത് ആര്? ലവളാണ്, ദിയാസനയാണ് എന്നാണ് ഇവര് പറയുന്നത്. എന്റെ പൂക്കുറ്റിച്ചേട്ടൻ തമ്മിൽ വഴക്കുണ്ടാക്കിപ്പിച്ചത് ലവള് മാത്രമാണ് ഞങ്ങളെ വഴക്കുണ്ടാക്കിപ്പിച്ചത് എന്നാണ് ഇവള് കിടന്ന് ഈ ചെലച്ചോണ്ടിരിക്കുന്നത്. അതായത് ഇവള് പതിവ്രത, മറ്റൊരുത്തിയുടെ ഒരു ഭർത്താവിനെ കൊത്തിക്കൊണ്ടു പോകാൻ നിൽക്കുന്ന ഇവള് പതിവ്രത. 2 കെട്ടി, 2ലും പിള്ളേര്,
മൂന്നാമത് വേറൊരുത്തിയുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ വേണ്ടി നോക്കുന്നു, അയാളെ സ്വത്തും തൊട്ടിയെടുക്കാൻ വേണ്ടി നോക്കുന്നു. പക്ഷേ ഇതിനെല്ലാം എതിര് നിന്ന് ഇവരൊക്കെ കുറ്റക്കാര്. അതായത് ഇവര് ആദ്യം എന്തായാലും ഈ ദിയാസനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. കാരണം ഇതൊക്കെ ദിയാസനെയൊക്കെ ചെയ്ത തെറ്റ് തന്നെയാണ്. ഇവര് എന്തൊക്കെ ന്യായങ്ങൾ വരുത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ പറയുന്ന, അതായത് നമ്മുടെ റസൂൽ പൂക്കുറ്റിയുടെ കൂടെയും ഈ എന്താണ് സജ്ന നൂറും ആ ബന്ധത്തിലായ സമയത്ത് അപ്പോഴും ഈ പറയുന്ന ഇവരുടെ ഭാര്യ, അതായത് പൂക്കുറ്റിയുടെ ഭാര്യ അപ്പോഴും ഇവരുടെ കൂടെ ഉണ്ട്. കാര്യങ്ങൾ മറപ്പിക്കാൻ വേണ്ടിയിട്ട് ദിയാസനെ ഇപ്പൊ കുറെ ഡേറ്റിന്റെ കുറെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു, ദിയ നീ എന്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി സമ്മതിച്ചു, തീർന്നില്ലേ? പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, നീ ടെസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞു. ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്നിട്ട് ഈ നിമിഷം വന്ന് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് എന്നില്ല ഒരു വിശ്വാസമുണ്ട്. പക്ഷെ എന്താ ദിയക്ക് ഒരു വിശ്വാസം ഇല്ലേ? അത് മറയ്ക്കാൻ വേണ്ടി ദിയാസനെ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരവും തെണ്ടത്തരവും തന്നെ പറയാം. കാരണം ഇപ്പൊ കാണിച്ച ഈ വോയിസ് റെക്കോർഡ് ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പല ചാനൽസുകാരുടെ കയ്യിലും ആ വീഡിയോ വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെല്ലാം ബഹുമാനിച്ച് തന്നെ പറയുന്നത്, യൂട്യൂബ് ചാനൽസിൽ നിങ്ങൾക്കുള്ള വരുമാനം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾ ലീഗൽവശം മനസ്സിലാക്കാതെ നിങ്ങൾ അത് പ്ലേ ചെയ്യരുത്. അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാം ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അയ്യോ, സ്വന്തമായിട്ടെല്ലാം എടുത്തു. എന്താല്ലേ ചേച്ചിക്ക് യൂട്യൂബേഴ്സിനെ കുറിച്ചുള്ള ഒരു എന്താ പറഞ്ഞ അവരുടെ ജീവിതത്തിനെ കുറിച്ചൊരു ചിന്താഗതി എന്താണെന്ന് ചോദിക്കും. സ്വന്തം മക്കളെ കുറിച്ച് ചിന്താഗതിയില്ല, ബാക്കി ആരെ കുറിച്ചൊരു ചിന്താഗതിയില്ല. എല്ലാവരും നാറണം. താൻ പെട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടെ അന്ന് നിന്നവരെല്ലാവരും പെടുത്തണം എന്നൊരു ചിന്തയാണ് ചേച്ചിയാണ്. യൂട്യൂബേഴ്സിന് നിങ്ങൾക്ക് ലീഗലി ഒരു പ്രശ്നം ഉണ്ടാവരുത്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ വോയിസ് ഡിലീറ്റ് ആക്കണം. അതൊന്നും അല്ല കാര്യം, നിങ്ങൾക്ക് പണിയാവുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ആ വോയിസ് എവിടെ നിന്ന് എങ്ങനെ ചെന്നെന്ന് പറയാം. ഇതൊരു കുറ്റമായി കഴിഞ്ഞാൽ സൈബറുകാരെ അത് തെളിയിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ പ്രശ്നവും, നിങ്ങൾക്കും പ്രശ്നവും, ഈ പറയുന്നത് ഫിറോസിനും പ്രശ്നം. ഇത് സത്യമാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം, അത് ഉറപ്പുള്ള കാര്യം.